ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുവാൻ തക്കവണ്ണം ഈ വിലയേറിയ അവസരം ഒരുക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 5-ാം സ്റ്റേജിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ കൃപകൾക്കായിട്ടും സ്തോത്രം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പങ്കെടുക്കുവാൻ അവരെ സഹായിക്കണമേ. ഇവിടുത്തെ എല്ലാ സാങ്കേതിക ക്രമീകരണങ്ങളോടും കൂടെ ഉണ്ടായിരിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ അതിനെ മുദ്രയിട്ട് കാത്തു സൂക്ഷിക്കണമേ. അനുഗ്രഹീതമായ രീതിയിൽ അത് കർത്താവെ സമ്പൂർണ്ണമായി റെക്കോർഡ് ചെയ്യുവാനും സംപ്രേഷണം ചെയ്യുവാനും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ അനുഭവമാക്കുവാനും യേശുക്രിസ്തുവിനെ നാം ഉയർത്തുവാനും ദൈവവചനത്തിൻ്റെ മഹത്വവും മനോഹരത്വവും രുചിച്ചറിഞ്ഞ് അനേകർക്കത് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം എളിയ ശുശ്രൂഷ മുഖാന്തരമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് 7 അംഗലുമായി കൊണ്ട് ശുശ്രൂഷ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന മെഗാ ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്കാണ് നിങ്ങളെ സ്വാഗതം ഞാൻ ചെയ്യുന്നത്. ഇത് വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് നടത്തുന്ന 3ാമത്തെ മേജർ ക്വിസ് പ്രോഗ്രാമാണ്. അപ്പോൾ ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ഷോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് അനേകർ കർത്താവിനെ കണ്ടെത്തുവാനും ദൈവവചനം അനേകർക്ക് മനസ്സിലാക്കുവാനും അനേകർക്ക് ദൈവവചനം പകർന്നു കൊടുക്കുവാനും മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. തയ്യാറായോ? റെഡിയാണ്? റെഡിയാണ്. നേരത്തെയുള്ള സ്റ്റേജിൽ നിന്ന് അല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് ദ സെയിം, റൈറ്റ്? ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പഴയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റുകയാണെങ്കിൽ -1 മാർക്ക്, ഉത്തരമൊന്നും പറഞ്ഞില്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടമാവുകയില്ല. അത് ആരംഭിക്കുന്നത് ബ്യൂല ജോസഫിൽ നിന്നായിരിക്കും. 2ാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്. ഉദയ എസിൽ നിന്നായിരിക്കും അത് ആരംഭിക്കുന്നത്. ഇതുപോലെ തന്നെ 3 ചോദ്യങ്ങൾ, ആളാം പ്രതി ഓരോ ചോദ്യം, റൈറ്റ്? അടുത്തത് ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ടാണ്. ജിൻസി ജേവിയിൽ നിന്ന് ആരംഭിക്കും. ബൈബിൾ ചരിത്രത്തെയും ബൈബിളിനെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഓൾറൈറ്റ്. ബൈബിൾ ബമ്പർ റൗണ്ട് 5 ചോദ്യങ്ങൾ ബസർ റൗണ്ടാണ്. പൊതു ചോദ്യങ്ങളാണ്. ബസർ അമർത്തി ആദ്യം ബസർ പ്രകാശിക്കുന്നവരുടെ മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബസർ അമർത്തിയ ശേഷം മറുപടി പറയുവാൻ താമസം ഉണ്ടാകരുത്, റൈറ്റ്? അതാണ് ബസർ റൗണ്ട്. ബൈബിൾ ബമ്പർ റൗണ്ട് 5 ചോദ്യങ്ങൾ, 3 മാർക്ക് വീതം, 15 മാർക്ക്, റൈറ്റ്? റെഡിയാണ്. ഈ പ്രാവശ്യം പുതുതായി ഒരു റൗണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രൈസ് റൗണ്ട്. നേരത്തെ നമ്മുടെ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രൈസ് റൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ നിങ്ങളെല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു റൗണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അങ്ങനെയല്ല. സുപ്രസിദ്ധമായ ക്രൈസ്തവ ഗീതങ്ങൾ അത് സമ്മാനിച്ചതാരാണ്, അത് എഴുതിയതാരാണ്, ഈണം പകർന്നതാരാണ്, ഏത് പശ്ചാത്തലത്തിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ റൗണ്ടിൽ വിശകലനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ പാട്ട് കേൾപ്പിക്കും. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, നിങ്ങൾക്കറിവുള്ള കാര്യങ്ങൾ അതിൻ്റെ ഓതേഴ്സ് ഉൾപ്പെടെ പറയാൻ കഴിയണം. അപ്പോൾ ഓതേഴ്സ് നിങ്ങൾക്ക് എല്ലാ ഓതേഴ്സിനും പരിചയമില്ലെങ്കിൽ ഞാൻ 3-4 ചോയ്സ് തരും. ആ ചോയ്സിൽ നിന്ന് കൃത്യമായ വ്യക്തിയെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് മനസ്സിലാക്കി തരണം. ഓക്കെ? ആ ഓരോ ചോദ്യത്തിനും അല്ലെങ്കിൽ ഓരോരുത്തർക്കും 5 മാർക്കുകളാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്.
അതാണ് പ്രൈസ് റൗണ്ട്. ഈ 5 റൗണ്ടുകളിലും ഒരു വിജയിയെ കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ അടുത്തതായിട്ട് അവസാനമായിട്ട് മിസ്റ്റർ ലൂയിയുടേതായിട്ട് അനുഭവത്തോടുകൂടി ബൈബിൾ ബോംബിടും. ബൈബിൾ ബോംബിട്ട് മുൻപോട്ട് പോകാനുള്ള മാർഗം തുറക്കും. റൈറ്റ്? കാരണം നമുക്ക് മുന്നോട്ട് പോകണ്ടേ, അടുത്ത സ്റ്റേജിലേക്ക് പോകണ്ടേ. സോ ബൈബിൾ ബോംബ് എന്ന് പറയുന്ന അവസാനത്തെ റിസോർട്ടാണ്. ഓൾറൈറ്റ്? ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. നിങ്ങളെ തന്നെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിക്കട്ടെ. എൻ്റെ പേര് ബ്യൂല ജോസഫ്. തിരുവനന്തപുരം ജില്ലയിൽ പൗടിക്കോണം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡും മോനും ഉണ്ട്. റൈറ്റ്. എൻ്റെ പേര് ജിൻസി ജെവി. ഞാൻ പാറശാലയ്ക്കടുത്ത് ആറയൂർ എന്ന പ്രദേശത്ത് താമസിക്കുന്നു. വീട്ടിൽ ഹസ്ബൻഡും മകളുമുണ്ട്. ഞാനിപ്പോൾ PhD തീസിസ് സബ്മിഷൻ്റെ ആ ഒരു വക്കിലെത്തി നിൽക്കുകയാണ്. റൈറ്റ്. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് ഉദയ. ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. എൻ്റെ വീട്ടിൽ എനിക്കൊരു ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഈ ബൈബിൾ ക്വിസിൽ കടന്നു വന്ന് പങ്കെടുക്കുവാനും പിന്നെയും അധികമായി ദൈവവചനം പഠിക്കുവാനും ദൈവം എന്നെ സഹായിക്കുന്നു. അതിനായിട്ട് ഇതിനെ ക്രമീകരിച്ച എല്ലാ ദൈവമക്കളോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച്? സംശയങ്ങൾ തീർത്തുകൊണ്ട് മുൻപോട്ട് പോകുവാൻ? ഇല്ല. ഉദയക്കില്ല. ജിൻസിക്കോ? തീരെയില്ല. ബ്യൂല? ഇല്ല. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്കോർ കീപ്പേഴ്സിനെയും ജഡ്ജസിനെയും പരിചയപ്പെടാം. നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ട്. മിസ്സസ് രാജീവ് വർഗീസ് എൻ്റെ സഹധർമ്മിണിയും എൻ്റെ കൂട്ടുവേലക്കാരിയുമാണ്. സുഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മിസ്സസ് രാജയെ ഈ എപ്പിസോഡിലേക്ക് കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള മിസ്സസ് സോമിനി രജിയാണ്. തിരുവല്ലയിൽ താമസിക്കുന്നു. സോമിനിയുടെ ഭർത്താവ് രജീവ് വർഗീസും ഈ സുഷ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മകൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. മകൻ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നു. കുടുംബമായി ഈ സുഷയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സോമിനിയെയും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് കർത്തനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം 5ാമത്തെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങളൊക്കെ പല ക്വിസ് മത്സരങ്ങളിലും പങ്കെടുത്ത് വളരെയധികം തഴക്കവും വഴക്കവും ഒക്കെ സിദ്ധിച്ചവരാണ്. ഈ 5ാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ദിസ് എ ക്വാളിഫയിങ് റൗണ്ട്. റൈറ്റ്? ഇനിയുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് പ്രീ ക്വാർട്ടർ ഫൈനൽ എന്ന് പറയും നമ്മൾ മത്സരത്തിൻ്റെ ഇത് വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? 4 സ്റ്റേജുകളിലൂടെ കടന്നു വന്ന് വിജയികളായിട്ട് കടന്നു വന്ന് ഒരുപാട് പേരെ എലിമിനേറ്റ് ചെയ്തു. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ്? ഈസ് ഇറ്റ് വർത്ത്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? ദൈവനാമത്തിന് മഹത്വം. ഇപ്രകാരം ക്രിസ്ത്യൻ ക്രൗൺ മെഗാ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം എന്നെയും പ്രാപ്തിയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം പല ബൈബിൾ ക്വിസിന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും. പക്ഷേ ഇവിടെ പാട്ട്, പ്രസംഗം, അനുഭവ സാക്ഷ്യം, ഇങ്ങനെ ഓരോ വ്യത്യസ്തങ്ങളായ റൗണ്ടുകളായിരുന്നു. അത് വളരെയധികം ആസ്വദിച്ച് അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. കാരണം നമുക്ക് ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ള ഒരു ധൈര്യം ഇവിടെ നിന്നും ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇപ്രകാരം ഇങ്ങനെ അവസരം തന്ന വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് മാത്യു സാറിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം ഈ പ്രവർത്തനത്തെ ഇനിയും അധികമായിട്ട് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. യെസ് ജിൻസി. ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തതകൾ പുലർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷയാണ് ഇത് എന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ പങ്കെടുത്തിട്ടുള്ള ബൈബിൾ ക്വിസിലൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ തന്നിട്ടുള്ള ക്വിസിലാണ് ഇതുവരെ ഞാനും പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് എന്തോക്കെ വ്യത്യസ്തത എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ ഒരു ആത്മീയ ചൈതന്യമുള്ള ഒരു ശുശ്രൂഷയാണ് ഇതെന്ന് പറയുന്നതിൽ തർക്കമുണ്ടാവില്ല. പാട്ട് റൗണ്ടായാലും പ്രസംഗ റൗണ്ടായാലും സാക്ഷി റൗണ്ടായാലും അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഏറെ കൗതുകം ഉണർത്തുന്നതും അവരുടെ ജീവിതങ്ങളെ കൂടെ കുറച്ചും കൂടെ ശക്തീകരിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ശുശ്രൂഷയാണ്. അതിൽ പങ്കാളിയാവാൻ സാധിക്കുന്നത് തന്നെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനിവിടെ 2ാം തവണയാണ് മത്സരത്തിന് പങ്കെടുക്കുന്നത്. 2019 നടന്നതിലും പങ്കെടുക്കുവാൻ സാധിച്ചു. അതിൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു അനുഭവമാക്കിയ ഈ ആത്മീയ ശുശ്രൂഷയിൽ വീണ്ടും പങ്കെടുക്കുന്നതിനും ഉള്ള പ്രചോദനം നൽകിയ ഈ മിനിസ്ട്രിയെ ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ബ്രദറിനെയും കുടുംബത്തെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. താങ്ക് യു ജിൻസി. യെസ് ഉദയ. പ്രൈസ് ലോർഡ്. എനിക്കും ഈ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിൽ വന്ന് സംബന്ധിപ്പാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒട്ടനവധി ബൈബിൾ ക്വിസുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ചില പുസ്തകങ്ങൾ തരും, നമ്മൾ അതിനകത്തുനിന്ന് പഠിച്ചുകൊണ്ട് പോകും. ഇപ്പം അല്ലാതെ ബൈബിൾ മൊത്തമായിട്ടുള്ള ബൈബിൾ ക്വിസുകൾ നടക്കുന്നുണ്ട്. എന്നാലിങ്ങനെ പാട്ട്, പ്രസംഗം അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. ഇതിനകത്താണ് ആദ്യമായിട്ട് ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പം ഇത് 5ാം റൗണ്ടിലോട്ട് വന്നപ്പോഴത്തേന്
ജസ്റ്റ് എല്ലാ ബൈബിൾ ക്വിസിനും പോകുമ്പം ഒന്നും പഠിക്കാതെ അങ്ങ് പോകത്തേ ഉള്ളൂ, അറിയാവുന്ന പോലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടിങ്ങ് പോരും. ഇത് പിന്നെ കുറച്ചൊക്കെ ഒന്ന് വായിക്കാൻ കിട്ടുന്ന സമയങ്ങളൊക്കെ, അല്പസമയം കിട്ടത്തോളം കിട്ടുന്ന സമയങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വായിക്കാൻ ദൈവം സഹായിക്കുന്നു. ഇനിയും ഈ പ്രവർത്തനത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തതായിട്ടുള്ളത് പ്രേക്ഷകരായ നിങ്ങൾ ഓരോരുത്തരെയുമാണ്. കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാനും കർത്താവിനെ അനുഭവമാക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനും അനേകരെ മനസ്സിലാക്കി കൊടുക്കുവാനും ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. Old Testament round. The first question goes to Beulah Joseph. ആദ്യ ചോദ്യം ബ്യൂലയോടാണ്. യോശുവാവിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രവാചക ആരാണ്? യെസ്, ജിൻസി. നോവധ്യ. -1 mark for Jinsi. ഹുൽദ. Right answer, Udaya. Hulda പ്രവാചക. So 4 marks for Udaya. Right. The second question is to Jinsi. ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ഡേറ്റ് അല്ല ചോദിക്കുന്നത്, പൊതുവായിട്ടുള്ള തത്വത്തിലുള്ള ചോദ്യമാണ്. ഓൾറൈറ്റ്. ഇസ്രായേൽ മക്കളുടേതായിട്ടുള്ള മിസ്രൈമ്യ നിവാസം കഴിഞ്ഞിട്ട് ഒക്കെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, നമ്മൾ പറയുമല്ലോ, 430 കൊല്ലക്കാലം അവർ ജീവിച്ചു, അത് കഴിഞ്ഞ ശേഷം വന്നു, അത് കഴിഞ്ഞുള്ള പീരിയഡ്സ് ഓഫ് ടൈമുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് മറുപടി പറയേണ്ടത്, അല്ല ഒരു പ്രത്യേക ഡേറ്റ് ചോദിക്കുന്നതല്ല. ഓൾറൈറ്റ്. ചോദ്യം ഇതാണ്: യെരൂശലേം ദേവാലയത്തിൻ്റെ പണി ആരംഭിച്ചത് എന്നാകുന്നു? റൈറ്റ് ഉദയ. ശലോമോൻ രാജാവിൻ്റെ കാലത്ത്. അത് കാലമല്ല ഞാൻ ചോദിച്ചത്, എന്നാണ് ആരംഭിച്ചതെന്നാണ്. തീർച്ചയായിട്ടും ശലോമോൻ രാജാവ് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, അതൊരു ചോദ്യം കുശ്ചോദ്യം ആകുന്നില്ല. -1 mark for ഉദയ. യെസ്, ബ്യൂല. അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 480 സംവത്സരത്തിൽ. That's the answer. 4 marks for Beulah Joseph. Right? അടുത്ത ചോദ്യം ഉദയോടാണ്. ശലോമോൻ്റെ വാഴ്ചയുടെ എത്രാം ആണ്ടിലാണ്, ഏത് മാസത്തിലാണ് യെരൂശലേം ദേവാലയം പണി ആരംഭിച്ചത്? 4-ാം ആണ്ട് 2-ാം മാസം. വളരെ ശരിയായ മറുപടിയാണ്. 5 marks for ഉദയ. റൈറ്റ്. സോ വിൽ യു പ്ലീസ് ഗീവ് ദ മാർക്സ് കാർഡ്, സ്കോർ കാർഡ് പറയൂ. Mrs. Beulah gets 4 marks. Mrs. Beulah gets 4 marks. Mrs. Jinsi -1. Mrs. Jinsi -1. And Mrs. Udaya 8 marks. And Mrs. Udaya 8 marks. Next is the New Testament round. Ready? റെഡി. Ready. യേശുവിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം യേശുവിൻ്റെ കല്ലറയുടെ വാതിക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വെച്ചത് ആരാണ്? റോമൻ പടയാളികൾ. റോമൻ പടയാളികൾ എന്നാണ് ഉദയ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ആ ഉത്തരം വളരെ തെറ്റാണ്. -1 mark for ഉദയ. അടുത്ത ചാൻസ് ജിൻസിക്കാണ്. പാസ്സാണ്. ബ്യൂല. അരിമത്തിയിലെ ജോസഫ്. ശരിയായ ഉത്തരമാണ്. അരിമത്തിയയിലെ ജോസഫാണ്. 4 marks for Beulah Joseph. Right? Second question for Jinsi. യായിറോസിൻ്റെ മകളെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ച മുറിയിൽ എത്ര പേരുണ്ടായിരുന്നു? 7 പേര്. ഉത്തരം വളരെ ശരിയാണ്. 7 പേരാണ് കടകൂട്ടി. റൈറ്റ്. 5 marks for ജിൻസി ജേവി. ആരൊക്കെയാണെന്ന് പറയാമോ? പ്രേക്ഷകർക്കൊരു അറിയാൻ താല്പര്യമുണ്ടാവും. പറഞ്ഞാട്ടെ. യായിറോസിന്റെ ഭാര്യ, യായിറോസിന്റെ ഭാര്യ, യായിറോസിന്റെ മകള്, യായിറോസിന്റെ മകൾ, യേശു, പത്രോസ്, യോഹന്നാൻ, യോഹന്നാൻ, യാക്കൂ.
Right, 7 പേര്. The answer is very right. 5 marks for Jinsi JV. Last question. യേശു യായൂറോസിൻ്റെ മകളെ സൗഖ്യമാക്കുവാൻ പോകുമ്പോൾ നടത്തിയ ഒരു അത്ഭുതം. 12 സംവത്സരം രക്തസ്രാവം പിടിച്ച സ്ത്രീയുടെ സൗഖ്യം. യെസ്, യായൂറോസ് വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ വീണു. അതിന് മുൻപ് തന്നെ രക്തസ്രാവക്കാരി കർത്താവിൻ്റെ അടുക്കൽ വന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് യായൂറോസ് വന്ന് വീഴുന്ന പറയുന്നത്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for Beulah Joseph. That brings us to the close of the New Testament round. Right. Will you please give the marks for the New Testament round? Beulah Joseph 9, Beulah Joseph gets 9 marks. Jinsi JV 5, GJV gets 5 marks. Udaya S -1. Udaya S -1. So the next round starts with Jinsi JV, right? സേല എന്ന പദം വിശുദ്ധ ബൈബിളിൽ എത്ര പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു? എന്താണ് അതിൻ്റെ ഉദ്ദേശം, അർത്ഥം? മൊത്തം 73 പ്രാവശ്യമുണ്ട്. സങ്കീർത്തനത്തിൽ 71 പ്രാവശ്യവും ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 2 പ്രാവശ്യവും. പാട്ട് ഇനിയും തുടരുന്നു എന്നൊരർത്ഥത്തിലാണ് സേല എന്ന പദം ഉപയോഗിക്കുന്നത്. ഓൾ റൈറ്റ്. അതിനെക്കുറിച്ച് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ബസർ അമർത്താം. പറയൂ. 71 പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യെസ്. ഉദയായിക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ? 73 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. 74 പ്രാവശ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അത് ഉദ്ദേശം സംഗീതത്തിൻ്റേതായിട്ടുള്ള സ്ഥായി വരുമ്പോഴുള്ള ആരോഹണം അവരോഹണം കാര്യം നിർത്തുക എന്ന് പറഞ്ഞിട്ട് ആർക്കും വ്യക്തമായിട്ട് പറഞ്ഞില്ല. പക്ഷേങ്കിൽ 74 പ്രാവശ്യമാണ്. ഹബക്കൂക്കിൽ 3 എന്തോ? ഹബക്കൂക്കിൽ 3, പിന്നെ സങ്കീർത്തനത്തിൽ 71 പ്രാവശ്യം. 71. അപ്പോൾ 71 3 മനസ്സിലായോ? ഇത് പഴയ ക്വിസിലുള്ള ചോദ്യമായിരുന്നു. എന്താ ബില, സംശയമുണ്ടോ? എല്ലാവർക്കും മൈനസാണ്. രണ്ടാമത്തെ ചോദ്യം ഉദയോടാണ്. കഥകളിയോട് ഭാഗികമായി സാമ്യമുള്ള ഒരു പ്രാചീന ക്രൈസ്തവ കലാരൂപം എന്താണ്? പാസ്സാണ്. യുല, മാർഗം കളിയല്ല. -1 മാർക്ക്. യെസ് ജിൻസി. ചവിട്ട് നാടകമാണ് ശരിയായ മറുപടി. ശരിയായ ഉത്തരം 4 മാർക്ക്. സോ -1 ഫോർ ബ്യൂല ജോസഫ് ആൻഡ് 4 മാർക്സ് ഫോർ ജിൻസി. റൈറ്റ്? റെഡിയാണല്ലോ. മൂന്നാമത്തെ ചോദ്യം താങ്കളോടാണ്. ആരാണ് റിച്ചാർഡ് വുംബ്രാൻഡ്? കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ക്ലൂ കൊടുക്കണോ? ഉത്തരം ഇവർക്കറിയാമെങ്കിൽ ഞാൻ ക്ലൂ തരത്തില്ല. അറിയാം, ക്ലൂ ഇല്ലാതെ റൗണ്ട് പോട്ടെ, പിന്നെ ഞാൻ ക്ലൂ തരാം. റൈറ്റ്? സോ ബ്യൂല ജോസഫ് പാസസ്, മൈനസ് മാർക്കില്ല, പാസ്. യെസ് ജിൻസി, മറുപടി അറിയാം? യേശുവിന് വേണ്ടി ഒരുപാട് പീഡനങ്ങൾ സഹിച്ച ഒരു സുവിശേഷകനാണ് അദ്ദേഹം. അതെ. ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഇതുപോലെ പീഡനം അനുഭവിക്കുന്നവരെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ആ സംഘടന. യെസ്, വെരി ഗുഡ്. പിന്നെ അദ്ദേഹം ഏത് രാജ്യക്കാരനായിരുന്നു? അൽമേനിയ. അദ്ദേഹം എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? നാട്ടിലാണോ, കാട്ടിലാണോ, ജയിലിലാണോ? ജയിലിൽ. അദ്ദേഹം റുമേനിയക്കാരനായിരുന്നു. നീണ്ട പതിറ്റാണ്ടുകൾ ജയിൽവാസം അനുഭവിച്ച മനുഷ്യനാണ് റിച്ചാർഡ് വുംബ്രാൻഡ്. ടോർച്ചേർഡ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്നു. ഓൾ റൈറ്റ്. സോ ജിൻസി ഗെറ്റ്സ് 4 മാർക്സ്. That brings us to the close of the Christian Focus Round. Christian Focus Round ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന ബൈബിൾ ബമ്പർ റൗണ്ടാണ്. സ്കോർ പറഞ്ഞ ശേഷം അതിലേക്ക് പ്രവേശിക്കുന്നതാണ്. യെസ്, പ്ലീസ് ഗിവ് ദ സ്കോർ. Beulah Joseph -2,
Beulah Joseph gets -2. Jinsey JV 7. Jinsey JV gets 7 marks. Udaya S -1. Udaya gets -1. അടുത്തതായിട്ട് ബൈബിൾ ബമ്പർ റൗണ്ടാണ്. നിങ്ങളുടെ കൈയുടെ വേഗത, ഓർമ്മയുടെ മൂർച്ച, ഇതെല്ലാം ഇതിൽ പ്രതിഫലിക്കണം. ഓൾ റൈറ്റ്, റൈറ്റ്. ഓർമ്മക്കുറവുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. റൈറ്റ്, ഐ വിൽ ഗിവ് യു ടൈം. ഓൾ റൈറ്റ്, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യേശുവിൻ്റെ കാലത്തെ യെരുശലേം ദേവാലയം എത്ര വർഷം കൊണ്ടാണ് പണിതത്? യെസ് ബ്യൂല. 46 സംവത്സരം. റൈറ്റ് ആൻസർ. 3 marks ഫോർ ബ്യൂല ജോസഫ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അബ്രഹാം ഒരു പ്രവാചകനാണെന്ന് അത്യുന്നതനായ ദൈവം ആരോട് എങ്ങനെ അറിയിച്ചു? അബീമേലെക്കിനോട്. സ്വപ്നത്തിൽ. ആരാണ് അബീമേലെക്ക്? ഗെരാർ രാജാവ്. ഉത്തരം ശരിയാണ്. 3 മാർക്ക് ബ്യൂല ജോസഫ് ലഭിക്കുന്നു. നൗ ദ തേർഡ് വൺ. നിങ്ങൾ പ്രസ് ചെയ്യാൻ വൈകുന്നു. പൊട്ടിയാലും പോട്ടെ, അടിച്ചു കയറുക. ജസ്റ്റ് വെയിറ്റ്. റൈറ്റ്. മോതിരം ധരിച്ചതായി തിരുവചനം രേഖപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? യെസ്, ഫറവോൻ. വളരെ ശരിയായ ഉത്തരമാണ്. 3 മാർക്സ് ഫോർ ബ്യൂല ജോസഫ്. ചോദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി, കേൾക്കുമെന്ന് അറിയാൻ നോക്കും. പോയ 1 മാർക്കല്ല പോകത്തുള്ളൂ. റൈറ്റ്. മിസ്രയീമിലെ പുരോഹിതൻ്റെ മകളും, റൈറ്റ്, മനശ്ശയുടെയും എഫ്രൈമിൻ്റെയും മാതാവാർ? ആസ്നത്ത്. ഉത്തരം ശരിയാണ്. 3 മാർക്ക് ലഭിക്കുന്നു ബ്യൂല ജോസഫിന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസ്യരുടെയും മുൻപിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു. ആരോട് എപ്പോൾ പറഞ്ഞു? യെസ്, യാക്കോബ് ലേവിയോടും ശിമയോനോടും. കറക്റ്റ്. വളരെ ശരിയായ മറുപടിയാണ്. യാക്കോബ് ശിമയോനോടും ലേവിയോടും പറഞ്ഞു. അവരെന്ത് ചെയ്തിട്ടാണ് പറഞ്ഞത്? അവർ ദീനയുടെ ഇത് വെച്ചിട്ടാണ് അവരെ എല്ലാം കൊന്നൊടുക്കി ശേഖേമിലെ നിവാസി. ഓക്കെ, 3 മാർക്ക് ലഭിക്കുന്നു. ദാറ്റ് ബ്രിങ്സ് us to the close of the Bible bumper round. മാർക്കുകൾ പറയും. Mrs. Beulah Joseph gets 12 marks. Mrs. Beulah Joseph gets 12 marks. Jinsey JV 3 marks. Jinsey gets 3 marks. And Mrs. Udaya nil. And Udaya nil. ഇനി നമ്മുടേതായിട്ടുള്ള പ്രൈസ് റൗണ്ടാണ്. ആദ്യമേ നാം ബ്യൂല ജോസഫ് ആരംഭിക്കും. അവിടെ ഇപ്പോഴൊരു പാട്ട് അവിടെ പ്ലേ ചെയ്യും. ആ പാട്ട് ആരാണ് എഴുതിയതെന്ന് ഈണം പകർന്നുള്ളത് പറയണം. ഞാനിവിടെ എൻ്റെ ഒരു ചോയ്സ് തരും. അതിൽ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. എല്ലാവർക്കും ഓർമ്മ നിൽക്കുകയില്ല. പിന്നെ ആ പാട്ടിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് പറയണം. അപ്പോൾ അത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തയാൾ. അങ്ങനെ ഇറ്റ് വിൽ ഗോ ലൈക്ക് ദാറ്റ്. ഓൾ റൈറ്റ്. യെസ്, പ്ലീസ് പ്ലേ ദ സോങ്. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്നേ നിറയുന്നേ, സന്നാഹമോടെ സ്തുതി പാടിടുന്നേൻ. ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ, മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. എന്നെ അൻപോടു ദിനം തോറും നടത്തുന്ന പൊന്നീടയൻ അനന്തം വന്ദനമേ. എൻ്റെ പൊന്നീടയൻ അനന്തം വന്ദനമേ. റൈറ്റ്.
യെസ് ജൂലിയ ജോസഫ്. ഇതിൻ്റെ രചയിതാവ് ഈണം പകർന്ന വ്യക്തി ഒരാളാണ്. അതാരാണ്? ടി കോശി, ചാൾസ് ജോൺ, എം ഇ ചെറിയാൻ, പി വി തൊമ്മി. പി വി തൊമ്മി വളരെ ശരിയായ ഉത്തരമാണ്. എന്താണ് ഈ പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹം കുന്നംകുളം സ്വദേശിയാണ്. വളരെ ശരിയായ കാര്യമാണ്. അദ്ദേഹം കുന്നംകുളത്തുകാരനാണ്. പിന്നെ ബാക്കിയൊന്നും അറിയില്ല സാറേ. ദൈവം ചെയ്ത നന്മകളെ ഓർത്തിട്ട്. അതെ, അത് വളരെ നല്ലൊരു മറുപടിയാണ്. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് പാടിയതാണെന്നുള്ളത് പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. വേറൊന്നും അറിയില്ല സാർ. അറിയത്തില്ല. ദാറ്റ്സ് കറക്റ്റ്. എനിക്കും അതിനെക്കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. സഭാവ്യത്യാസമില്ലാതെ മലയാളികൾ ലോകമെമ്പാടും പാടുന്ന പാട്ടാണ് ഈ പാട്ട്. സഭയുടെ വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം മുമ്പ് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ട പാട്ടുകൾ, അത് മരണ വീടുകളിലും മറ്റൊക്കെ പാടുന്ന ചില പാട്ടുകളാണ്. ഇതെന്ന് പറയുമ്പോൾ മംഗള മുഹൂർത്തങ്ങളിൽ പാടുന്ന പാട്ടാണ്. കല്യാണത്തിന് പോകുമ്പോൾ, ഇറങ്ങുമ്പോൾ, വിവാഹവേളയിൽ, പിന്നെ ഒരു ഭവനം പ്രതിഷ്ഠിക്കുമ്പോൾ, ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒക്കെയും ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് പാടുന്ന പാട്ടാണ്. അദ്ദേഹം മാർത്തോമാ സഭയിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ കർത്താവിൻ്റെ വിളി കേട്ട് അദ്ദേഹത്തിൻ്റെ അധ്യാപകനായിരുന്നു, അത് രാജിവെച്ചു. എന്നിട്ട് കർത്താവിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ആ തീഷ്ണതയിൽ അദ്ദേഹം പി വി തൊമ്മി ഒരുപാട് നല്ല പാട്ടുകൾ, എന്നൊന്നും ഓർക്കത്തക്ക പാട്ടുകൾ എഴുതി. അതിലേറ്റവും പ്രസിദ്ധമായ ഗാനമാണ് എന്നോടുള്ള നിൻ സർവ്വ നന്മകൾക്കായി എന്നുള്ള പാട്ട്. ഹ്രസ്വമായ ഒരു ജീവിതകാലം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. 38-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഈ പാട്ട് എഴുതിയിട്ട് ഇപ്പോൾ 114 വർഷങ്ങൾ കഴിഞ്ഞു. ലക്ഷോപലക്ഷം പേർ ഇന്നും കർത്താവിൻ്റെ ആശ്വാസവും പ്രത്യാശയും നൽകുകയും കർത്താവിനെ സ്തുതിക്കുവാൻ ആ വലിയ മനുഷ്യൻ്റേതായിട്ടുള്ള, ആ ഭക്തൻ്റേതായിട്ടുള്ള വരികൾ ഇന്നും ഉപയുക്തമാണ്. Am I right, വീര? ഇതിനി മറക്കുമോ? ഇല്ല, മറക്കില്ല. മറക്കത്തില്ലെങ്കിൽ 5 മാർക്ക് കൊടുത്തേരും. ജൂലിയ ജോസഫ്. റൈറ്റ്. നെക്സ്റ്റ്, ജിൻസി ജീവി, വിൽ യു പ്ലേസ് ദ നെക്സ്റ്റ് സോങ്? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? കരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ? പാട്ട് കേട്ടല്ലോ. യെസ് ജിൻസി. 4 പേരുടെ പേരുകൾ പറയും. പാസ്റ്റർ ജോൺ വർഗീസ്, ചാൾസ് ജോൺ, എം ഇ ചെറിയാൻ, CS മാത്യു. ഇവരിലാരാണ് ഈ പാട്ട് എഴുതിയത്? പാസ്റ്റർ ജോൺ വർഗീസ്. ഉത്തരം വളരെ ശരിയാണ്. പാസ്റ്റർ ജോൺ വർഗീസ്. അദ്ദേഹം വളരെ കുറച്ച് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ എണ്ണപ്പെട്ട ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അനുഭവത്തിൻ്റെ ആഴങ്ങൾ എന്നുള്ളതാണ്.
അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുവാനുണ്ടോ? തൻ്റെ ഭാര്യയെ നോക്കി എഴുതുന്നതാണ്. തൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല. ആ സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് ഒന്നും നൽകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ആ ദുഃഖം മനസ്സിൽ വെച്ചിട്ട് എഴുതുന്നതാണ് ഈ പാട്ട്. ഭാര്യ പ്രസവത്തിൻ്റേതായിട്ടുള്ള അവസ്ഥയിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. മുൻപോട്ട് ശുശ്രൂഷിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കർത്താവിൽ പ്രിയം വെച്ചിറങ്ങി തിരിച്ച് അദ്ദേഹം പാടുന്ന പാടാണ് അഴലേറും ജീവിതമരുവിൽ, പിന്നെ കരയുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നമ്മുടെ ജീവിതയാത്രയിൽ, ആത്മീയയാത്രയിൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ആഞ്ഞടിക്കുമ്പോൾ ഈ പാട്ട് ഒരുപാട് പ്രത്യാശ നൽകും. രണ്ട് കാര്യങ്ങൾ: നീ തളരുകയാണോ എന്നൊരു ചോദ്യം. രണ്ടാമതോ പറയുന്നതാണ് നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, വിളിച്ചവൻ വിശ്വസ്തൻ. ഒരുപാട് ആത്മീയമായ ധൈര്യം പകർന്ന് ഒരുപാട് ആത്മീയമായ ബലം നൽകുന്ന ഒരു വലിയ ഗാനമാണ് അഴലേറും ജീവിതമരുവിൽ. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ആ ഗാനങ്ങൾ അനേകായിരങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്, ജിൻസി JV gets 5 marks. Next is Udaya. Right. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ശക്തിയാലെ നിത്യവും, ശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാശ്രയം
എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. യെസ് ഉദയ, മത്സരത്തിൻ്റേതായിട്ടുള്ള പരിധിയിൽ നിന്നുകൊണ്ട് പി വി തോമി, സി ടി മത്തായി, ഇ പി വർഗീസ്, പാസ്റ്റർ പി ജെ ജോസഫ്, ഇവരിൽ ആരാണ് ഈ പാട്ട് എഴുതിയത്? അറിയാം? പാസ്റ്റർ പി ജെ ജോസഫ്. എക്സലൻറ്റ്. പാസ്റ്റർ പി ജെ ജോസഫ് എഴുതിയ അതിമനോഹരമായ ഒരു ഗാനമാണ്. ഉദയയുടെ ജീവിതത്തിൽ വളരെ സ്പർശനമുണ്ടാക്കുന്ന അനുഭവമാണ് ഇതല്ലേ? അതെ. യേശുവിൽ പ്രിയം വെച്ചുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് അത് വന്ന ഒരു സഹോദരിയാണ് ഉദയ. ഇന്ന് കുടുംബമായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അന്യമതസ്ഥയായിരുന്നു അല്ലേ? അതെ. അതെ. ഈ പാട്ടിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാമോ ഉദയക്ക്? ഇല്ല, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദേവദാസൻ തൻ്റെ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നു പോയപ്പോൾ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് പാടുന്ന പാട്ടാണ്. മാറായുണ്ടേ മരുവതിൽ സാരമില്ല, മാറായിനാഥനാമേശു, മാറായുണ്ടേ മരുവതിൽ സാരമില്ല, മാറായിനാഥനാമേശു, മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ, മാറാമധുരമാക്കിടും, മാറാമധുരമാക്കിടും, ലോകത്തിലെ ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. അതെ, മാറായുണ്ട് മരുവിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാണ്. സാരമില്ല, മാറായുനാഥനാം യേശു, മാറാത്ത വാക്ക് തന്നവൻ മാറുമോ ആയവൻ. ഉദയയുടെ അനുഭവമാണോ? അതെ. അതെ, ഇന്നും അനുഭവമാണ്. എത്ര വർഷമായി യേശുവിനെ കണ്ടുപിട്ടിട്ട്? 26 വർഷമായി. 26 വർഷമായി. അവൻ മാറാത്തവനായിട്ട് എന്നും കൂടെയുണ്ട്. ക്വിസ് മത്സരങ്ങൾ പങ്കെടുക്കുവാൻ ശക്തി നൽകുന്നു, സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അല്ലേ? അതെ. ഭർത്താവും സുവിശേഷ വേലയിൽ പ്രവർത്തിക്കുന്നു. ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് പാറ്റൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളാവോളം കർത്താവിൻ്റെ ദാസന്മാർ കൈത്താങ് കൊടുത്ത് സുവിശേഷ പ്രവർത്തനങ്ങൾ. സോ വെരി ഗുഡ്. ഉദയായിക്ക് 5 മാർക്ക് നൽകുന്നു, 5 മാർക്സ്. സോ ദാറ്റ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ റൗണ്ട്. കർത്തൃദാസന്മാരുടെ അനുഭവങ്ങൾ, അതിലൂടെ ഇന്നും 10,000ങ്ങളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവം അല്ലേ? അതെ. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുന്നു. വിൽ യു പ്ലീസ് ഗീവ് ദ മാർക്സ്? Mrs. Beulah Joseph 5 marks. Mrs. Beulah Joseph 5 marks. Mrs. Jinsey JV 5 marks. Mrs. Jinsey JV 5 marks. Mrs. Udaya also 5 marks. Mrs. Udaya also 5 marks. Right. Now the final scorecard, please. Mrs. Beulah gets the first prize with 28 marks. Mrs. Beulah gets 28 marks and backs the first prize. And the second prize goes to Mrs. Jinsey JV with 19 marks. Yes, Mrs. Jinsey JV 19 marks. And Mrs. Udaya the consolation prize. And Mrs. Udaya the consolation prize. Saramilla. Marathon. Okay, right. So here's the prize distribution. ഈ റൗണ്ടിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സാക്ഷികളാകുവാനും അനേകർ കർത്താവിനെ കാണിച്ചു കൊടുക്കുവാനും എളിയ ശുശ്രൂഷ മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.